നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സമൂഹത്തിന്റെ ഉന്നമനത്തിനും കെട്ടുറപ്പിനും സ്ത്രീ സുരക്ഷ പരമപ്രധാനം എന്ന സന്ദേശം നമ്മൾ തലമുറകളിലൂടെ കൈമാറുമ്പോഴും പ്രായോഗിക തലത്തിൽ അവ നടപ്പിലാക്കുന്നുണ്ടോ എന്ന സംശയം ഇപ്പോഴും നിഴലിക്കുകയാണ്. നവോത്ഥാന മതിലും നവകേരള കെട്ടിപ്പടുക്കലുകളുമൊക്കെ കോടികളുടെ പിൻബലത്തിൽ നടക്കുമ്പോഴും കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരോ എന്ന ചോദ്യം മാത്രം ബാക്കി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ കണക്കുകൾ നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. ബലാത്സംഗം, ഗാർഹിക സ്ത്രീധന പീഡനങ്ങൾ, തൊഴിലിടങ്ങളിലെ അവഗണന എന്നിവയിൽ നീതി കിട്ടാതെ അലയുന്നവർ ഇനിയും ബാക്കി. അതിൽ ഒടുവിലത്തെ ഇരയാവുകയാണ് കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ അനീഷ്യ. തൊഴിലിടത്തെ പീഡനം കാരണം ആത്മഹത്യ ചെയ്തിട്ട് 48 ദിവസം തികയുമ്പോഴും ഇന്നും നീതി അകലെയാണ്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. അനീഷയ്ക്ക് ഇനിയും നീതി അകലെയോ? രാഷ്ട്രീയ പിൻബലത്തിലുള്ള പീഡനമോ? സ്ത്രീ സുരക്ഷയ്ക്ക് നവകേരളത്തിൽ പുല്ലുവിലയോ? ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ BJP പ്രതിനിധി അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, CPI പ്രതിനിധി രാഖി രവികുമാർ, അൽത്തിയ സ്ത്രീ കൂട്ടായ്മ പ്രതിനിധി PE ഉഷ, അനീഷ്യയുടെ സഹോദരൻ അനൂപ്, ഒപ്പം റിട്ടയർഡ് SP ജോർജ് ജോസഫ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. ഡിബേറ്റിലേക്ക് കടക്കുകയാണ്. ആദ്യം നമുക്ക് അനീഷ്യയുടെ സഹോദരനിലേക്ക് തന്നെ പോകാം. ശ്രീ അനൂപ്, അനീഷ്യ ആത്മഹത്യ ചെയ്തിട്ട് 48 ദിവസം പിന്നിടുകയാണ്. ജനുവരി 25-നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച അതേ FIR-ൽ തന്നെയായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുന്നത്. അന്ന് ആരോപണ വിധേയരായ കുറച്ചുപേരുണ്ടായിരുന്നു. സഹപ്രവർത്തകരും അതോടൊപ്പം അനീഷയെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദത്തിന് ആക്കിയവരും. അവർക്കെതിരെ ഒന്നും ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്? നമസ്കാരം, എൻ്റെ പേര് അനൂപ്. പറഞ്ഞതുപോലെ അനീഷ ഇപ്പം മരിച്ചിട്ട് 48 ദിവസം കഴിയുകയാണ്. എനിക്ക് ഉത്കണ്ഠ ഉയർത്തുന്ന ഒരു കാര്യം തുറന്നു പറയുകയാണെങ്കിൽ, അനീഷ മരിക്കുന്നതിന് മുൻപ് ഒരു സൂയിസൈഡ് നോട്ട്, പിന്നെ ഒരു 5-6 വോയിസ് ക്ലിപ്പ്, അത് വീഡിയോയിൽ വാട്സപ്പ് വോയിസ് ക്ലിപ്പ്, അതില് എല്ലാം ഈ 2 അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷയുടെ മരണ കാരണം ഈ 2 ആൾക്കാര് മൂലമാണ് എന്ന് അവള് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തതിന് ശേഷമാണ് അവിടെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങളായി, 48 ദിവസമായി, ഇതുവരെ ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആ 2 ആൾക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇതുവരെ ഒരു FIR പോലും ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ജസ്റ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ടെമ്പററി ബേസിൽ. അത് അല്ലാതെ അതിന് മുകളിലായിട്ട് യാതൊരുവിധ ആക്ഷനോ ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വൻ വീഴ്ച തന്നെയാണ്. അവരുടെ വളരെ ലാഘവത്തോടുകൂടി ഈ കേസിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് വളരെ ഭീതിയോടുകൂടി നോക്കി കാണുന്നു ഞാൻ. കാരണം എനിക്ക് എന്റെ സിസ്റ്ററിനെ നഷ്ടപ്പെട്ടു. ഇത് ഇൻ ഫ്യൂച്ചറിൽ ഈ കേരളത്തിലുള്ള ഓരോ ആൾക്കാരും, വളർന്നു വരുന്ന കുട്ടികൾ, പെൺമക്കൾ, അവർക്ക് ഇതേപോലുള്ള ഓഫീസുകളിൽ അയക്കാനുള്ളതാണ്, ജോലി സ്ഥലങ്ങളിൽ അയക്കാനുള്ളതാണ്. ഇതേപോലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുമ്പോൾ ഇങ്ങനെ ഉള്ളവരൊക്കെ ഉള്ള അവരുടെ ആ ഓഫീസേഴ്സിന്റെ മുന്നിലാണ് ഇവർ ഇനി പോകാനുള്ളത്. ഇതിന് അഗൻസ്റ്റ് ആയിട്ട് യാതൊരു ഒരു ആക്ഷനോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഈ നീതിന്യായ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇത് വളരെ വിഷമത്തോടു കൂടി ഞാൻ നോക്കിക്കാണുന്നു. ഇതില് ആശങ്കയുണ്ട്, അത്ഭുതം തോന്നുന്നുണ്ട്. അതെ, അതുമാത്രമല്ല ശ്രീ അനൂപ്, നമുക്കറിയാം എത്ര മിടുക്കിയായിട്ടാണ് പഠിച്ച് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള പദവിയിൽ എത്തുന്നത്. നല്ല രീതിയിൽ തൻ്റെ സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവത്തിൽ നിന്നാണ് ഇത്തരത്തിൽ അനീഷ്യയ്ക്ക് മരണമെന്ന മാർഗമേ മുന്നിലുള്ളൂ എന്നുള്ള നിലയിലേക്കും സാഹചര്യത്തിലേക്കും എത്തുന്നത്. അതിനു മുൻപ് 50 പേജുള്ള ഒരു ഡയറി കുറിപ്പുണ്ട്. അതിൽ 19 പേജും ഇതിന്
പ്രേരിപ്പിച്ചവരെ കുറിച്ച് തന്നെയാണ് വളരെ വ്യക്തമായി പറയുന്നത്. അതുമാത്രമല്ല, ചില സാക്ഷിമൊഴികളുമുണ്ട്. കാരണം അനീഷയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അഭിഭാഷകൻ, അതിനു മുൻപ് DDP ഏതു രീതിയിലാണ് അനീഷയോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നത്, കാസർഗോഡേക്കുള്ള ട്രാൻസ്ഫർ വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സഹപ്രവർത്തകന്റെ രജിസ്റ്റർ നില, ഹാജർ നില അറിയുന്നതിനായുള്ള വിവരാവകാശ അപേക്ഷ പിൻവലിക്കണമെന്നതടക്കമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾ അതൊക്കെ ഇതിനു മുൻപ് ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭീഷണി നൽകി വലിയ സമ്മർദ്ദത്തിലാക്കി അനീഷയ്ക്ക് അവസാനം ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള രീതിയിൽ കൊണ്ടെത്തിച്ചവരൊക്കെ ഇപ്പോഴും പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഇങ്ങനെ തല ഉയർത്തി നടക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ കൂടി അനൂപ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യം പോലീസ് കേസ് എടുത്ത് അന്വേഷിച്ചു, അതിനുശേഷം അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണുണ്ടായത്. പോലീസിന്റെ കേസ് അന്വേഷണത്തിലോ ക്രൈംബ്രാഞ്ചിന്റെ കേസ് അന്വേഷണത്തിലോ ഒട്ടും തന്നെ ഇംപ്രൂവ്മെന്റ് ഇല്ല, ഒട്ടും തന്നെ അതില് അതിനൊരു പ്രോഗ്രഷൻ ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇത് വളരെ ലാഘവത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ചാണ് ഇവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇവരുടെ പിന്നിൽ ശക്തമായ സപ്പോർട്ടുണ്ട്, വളരെ ശക്തരാണ് ഇവരെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഈ കേസ് എത്രത്തോളം മെല്ലെ വലിച്ചു നീട്ടി ഇതിന്റെ ആ ഒരു എഫക്റ്റീവ്നെസ് അത് ഇല്ലാതാക്കുക, പിന്നെ മെല്ലെ അവര് ജോലിയിൽ തിരിച്ചു കയറുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ മുംബൈയിൽ ജോലി ചെയ്യുന്നതാണ്. ഇവിടെ ഈ കേരളത്തിന് പുറത്ത് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലാണ് ഇങ്ങനെ ഒരു സംഭവമെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇവരൊക്കെ ജയിലിനടിയിൽ പോകാനായിട്ട് സമയം കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയെ ഞാൻ വളരെ ഭീതിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ ഒരു അപ്രോച്ചിനെ വളരെ ഭീതിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ ആക്ഷനും ഉണ്ടായിട്ടില്ല. ഇത്രയും പ്രൂഫ് അവള് വിട്ടിട്ട് പോയിട്ട് കൂടി ഇത്രയും ഓപ്പൺ ആയിട്ട് അവൾ പ്രൂഫ് എല്ലാവരുടെയും മുന്നിൽ, ഈവൻ മീഡിയക്ക് മുന്നിലും ഇത്രയും ഓപ്പൺ ആയിട്ട് അവള് പറഞ്ഞിട്ട് കൂടി ഇതിനൊരു ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്നത് വളരെ ആശ്ചര്യമായിട്ടാണ് തോന്നുന്നത്. വളരെ വിഷമമുണ്ട്, വളരെ ദേഷ്യം തോന്നുക. അതെ. ശ്രീമതി രാഖി രവികുമാർ, സ്ത്രീ സുരക്ഷയാണ് പരമപ്രധാനം എന്നാണല്ലോ എല്ലാ പൊതുവേദികളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിക്കുന്നത്. പക്ഷേ മൂക്കിന് താഴെ നടക്കുന്ന ഇത്തരം വയലേഷൻസ് എന്തുകൊണ്ടാണ് കാണാത്തത്? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു സാധാരണ സ്ത്രീ എന്നതിലുപരി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നമുക്ക് അവരുടെ മാനസിക നിലയൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം വളരെ മിടുക്കിയായി ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നവരാണ്. അവരെ പോലും കടുത്ത സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഒരു ആത്മഹത്യയിലേക്ക് നയിക്കണമെങ്കിൽ, കാരണം അതിന് ഉതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പിൻബലമുള്ളവരാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്. ഭരണം ഞങ്ങളുടെ കയ്യിലാണ് എന്നറിയാമല്ലോ, അതുകൊണ്ട് തന്നെ കൊല്ലത്ത് നിന്ന് കാസർഗോഡേക്ക് പോകേണ്ടി വരും, ഭർത്താവിനെയും മക്കളെയും ഒക്കെ കാണാതെ ജീവിക്കേണ്ടി വരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിവരാവകാശ രേഖ അപേക്ഷ പിൻവലിച്ചോളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയാണ് ആ APPക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പോഴും അത്തരം ഭീഷണി ഉയർത്തിയവരൊക്കെ തന്നെ വളരെ സുഖകരമായ പൊതുജീവിതം നയിച്ചുകൊണ്ട് അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നഷ്ടമായത് ആ സ്ത്രീക്കും കുടുംബത്തിനും മാത്രമായി ഒതുങ്ങുകയാണ്. ഇതാണോ സ്ത്രീ സുരക്ഷ? രാഷ്ട്രീയ പിൻബലമുണ്ടെങ്കിൽ എന്ത് പീഡനവും ഭീഷണിയും ഒക്കെ നടപ്പിലാക്കാം കേരളത്തിൽ എന്നുള്ളതാണോ നയം? തരത്തിലുള്ള നയം സർക്കാരിനോ ഗവൺമെൻറ്റിനോ അതല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വെറുതെ ആരോപിക്കുന്ന ആരോപണങ്ങളായിട്ട് ഞാൻ കരുതും. മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനൊരു നയത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ല. അനീഷ എന്ന് പറയുന്ന APP, ഒരുപക്ഷെ ഞാനും ആ ഇതിനകത്ത് നമ്മുടെ അഭിഭാഷക വൃത്തി ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നന്നായി നമുക്കറിയാം APPമാരുടെ ജോലിഭാരം, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നന്നായി അറിയാം. ആ സ്ട്രെസ്സ് വന്ന ഒരു വ്യക്തിയെ വേണ്ട രീതിയിൽ സഹായിക്കേണ്ട സഹപ്രവർത്തകൻ അത്തരത്തിലൊരു മാനസിക പീഡനത്തിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അവൻ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് യാതൊരു തരത്തിലും അതിന് ഒരു ചോദ്യമില്ല. കാരണം അത് ശിക്ഷിക്കപ്പെടണം. അത്തരത്തിൽ എല്ലാവിധ രേഖകളും കൈമാറിയിട്ടാണ് ഇവൻ ആത്മഹത്യക്കുറിപ്പ്, അതോടൊപ്പം തന്നെ വോയിസ് നോട്ട് എല്ലാം കൊടുത്തു. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലിരിക്കുന്ന വിഷയമാണ്. അത് ഒരു ഗവൺമെൻറ്റും അത്തരത്തിലൊരു ആളെയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അന്വേഷണം നടക്കുന്ന ഒരു വിഷയം 48 മണിക്കൂറായി. സ്വാഭാവികമായും അന്വേഷണം പൂർണ്ണഗതിയിൽ ഉണ്ടായിട്ട് മാത്രമേ ഒരു അറസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുള്ളൂ. അനീഷ എന്ന് പറയുന്ന പെൺകുട്ടി, ഇന്നിപ്പോൾ വനിതാ ദിനം കൂടിയാണ്. നമ്മൾ ഈ ദിനത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വനിത ജോലി സ്ഥലത്ത് നേരിടേണ്ടുന്ന സുരക്ഷിതത്വം അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ടുന്ന തൊഴിൽ സുരക്ഷാ നിയമങ്ങളൊക്കെ നമ്മുടെ തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിരവധിയായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വളരെ പ്രാക്ടിക്കലായി നടന്നു വരുന്നില്ല അല്ലെങ്കിൽ നടത്തുന്നില്ല അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നുള്ളതൊരു വലിയ വീഴ്ച തന്നെയാണ് ഞാനിന്ന് ഈ അവസരത്തിൽ പറയാം. അതിപ്പം ഈ മേഖലയിൽ മാത്രമല്ല,
ഏത് സർക്കാർ ഓഫീസുകളിലും അത്തരത്തിൽ നിയമങ്ങളുണ്ട്, അവിടെ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനുള്ളൊരു അന്വേഷണം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും വളരെ പ്രാക്ടിക്കലായി അതിൻ്റെ ഒരു പണിഷ്മെൻറ്റിലേക്കോ അതല്ലെങ്കിൽ അതൊന്ന് ഇംപ്ലിമെൻറ്റേഷനിലേക്കോ വരുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അനീഷ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു വനിത കൂടിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടുത്തെ വനിതാ കമ്മീഷൻ അംഗവുമായും അതോടൊപ്പം തന്നെ ഏത് മേഖലയിലുള്ളവരുമായും സ്ത്രീകൾക്ക് വേണ്ടുന്ന വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയും ഒരു APP കൂടിയാണ് അനീഷ. പക്ഷേ അനീഷയ്ക്ക് തൻ്റെ ജീവിതം, അനീഷ തന്നെ പറഞ്ഞു, ഒരുപാട് സ്ട്രെസ്സുകളിലാണ്. ഇന്നത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ വിഷയമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ശാക്തീകരണം നടത്തി വളരെയധികം മുൻപന്തിയിലായി. ഇപ്പം ഞാനും നമ്മുടെ ആങ്കറും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കാനുള്ള സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ടായി. പക്ഷേ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് അത്തരത്തിലൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സഹതാപപൂർവമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു അനുഭാവപൂർവമായിട്ടുള്ളൊരു ഇടപെടൽ ഒന്നും തന്നെ ചുറ്റുമുള്ള സമൂഹം നമുക്ക് ഇന്നും തരുന്നില്ല എന്നുള്ളതിൻ്റെ അവസാന ഇരയായിട്ട് എനിക്ക് അനീഷയുടെ ഈ ആത്മഹത്യ. കാരണം അനീഷ തന്നെ തൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ, ഞാൻ ഒരുപാട് പാവപ്പെട്ട സാധാരണ കുടുംബത്തിൽ നിന്ന് പഠിച്ച് വളർന്ന് ഞാനും എൻ്റെ ഭർത്താവും ഉൾപ്പെടെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ഞങ്ങൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പഠിച്ചു വന്നവരാണ്. ഞങ്ങൾ ഫാമിലി സപ്പോർട്ട് അങ്ങനെയുള്ളവരല്ല, സാമ്പത്തികമായി സപ്പോർട്ടുള്ളവരല്ല. എന്നിട്ടും ഞങ്ങൾ വളർന്നു. ഞാൻ എൻ്റെ അമ്മയും കുഞ്ഞമ്മയും അച്ഛനെയും ഒക്കെ നോക്കിക്കൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഒരു സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അവൾക്ക് ഇന്നും ഒരു തരത്തിലും കോംപ്രമൈസുകൾ ചെയ്യപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വന്തം സഹപ്രവർത്തകൻ ഒരുപക്ഷെ അയാളുടെ ജോലി ഭാരം കൂടി ഈ പെൺകുട്ടിയിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായി. ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ലീവ് അപേക്ഷ പോലും സ്വീകരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അവളുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ വാക്കുകൾ തന്നെ ഉണ്ട്. ആ കോൺഫിഡൻഷ്യലായി നിൽക്കുന്ന കാര്യം ഒരു പൊതു മീറ്റിങ്ങിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതല്ലെങ്കിൽ വിവരാവകാശ രേഖയുടെയും അതിനകത്തും വേറൊരാൾ എഴുതിയ ഒരു വിവരാവകാശ രേഖ ഈ കുട്ടിയാണ് അല്ലെങ്കിൽ അനീഷ ചെയ്താണോ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിനെയോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ പകപോക്കലായോ ഒന്നും ഇതിനെ കാണാതെ, രാഷ്ട്രീയമല്ല ഇതിൽ വരേണ്ട, ഒരു സ്ത്രീ ഇന്നും അനുഭവിക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന വേദനകളും യാതനകളും അവളുടെ കോംപ്രമൈസുകളില്ലാത്ത ഇടപെടേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇടപെട്ട് ചോദിച്ചു കൊള്ളട്ടെ, ആ സ്ത്രീ നേരിട്ട സമ്മർദ്ദമൊക്കെ നമ്മളിവിടെ പറയുകയുണ്ടായി. ഇപ്പോൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ നൽകുന്ന ഉറപ്പാണല്ലോ അതിന് പിൻബലമേകേണ്ടത്. കാരണം ഇവിടെ ആരാണോ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുൻപിൽ നിൽക്കുന്ന കാര്യം തന്നെയാണ്. എന്തു പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതും വ്യക്തമാണ്. അതായത് ഭരണം ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്ന തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളണം എന്നുള്ളതാണ്. DDEക്ക് പരാതി നൽകി സഹപ്രവർത്തകനായ APP കാണിക്കുന്ന ജോലിയിലെ വൈമുഖ്യം അത് DDEയുടെ കൈകളിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. പക്ഷേ ഇവിടെയൊക്കെ ഇവരെല്ലാവരും അതിനുശേഷം ഒരു സർക്കാർ അഭിഭാഷകൻ മുഖേന വലിയ സമ്മർദ്ദത്തിലാക്കിയത് ഈ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പ്രതിയോഗികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കൽ സർക്കാരിനെ ഒന്നും ബലിയാടാക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? കൃത്യമായ ഒരു ഇടപെടൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കേസ് അന്വേഷണത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മുഖം നോക്കാതെ രാഷ്ട്രീയ ചായ്വില്ലാതെ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ത്രീക്കും ആത്മഹത്യയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ആ കുടുംബം തന്നെ പറഞ്ഞ ആശങ്ക അതാണ്. കാരണം ലോക്കൽ പോലീസ് അന്വേഷിച്ചതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ആരോപണ വിധേയരായ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിപട്ടികയിൽ അവരെ കൂടി ഉൾപ്പെടുത്തുമെന്നുള്ള യാതൊരു ഉറപ്പും നൽകുന്നില്ല. വെറും ഒരു ആത്മഹത്യ മാത്രമായി ഇത് എഴുതി തള്ളപ്പെടും എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾക്ക് എന്നാണ് ആ കുടുംബം പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് ചോദിക്കുന്നത്, രാഷ്ട്രീയ ഇടപെടൽ വേണ്ടേ, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണ്ടേ എന്നുള്ളത്. നമുക്ക് ഇതിനകത്ത് ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, അനീഷ ഒരുപക്ഷെ അല്ലെങ്കിൽ അനീഷ ആത്മഹത്യ ചെയ്തതിൻ്റെ ഒരു കാരണം താങ്കൾ പറയുന്നത് പോലെ ഒരു ട്രാൻസ്ഫർ ഭീഷണിയുടെ കാരണത്താലല്ല. അനീഷയുടെ ആത്മഹത്യാക്കുറിപ്പുകളിലും അല്ലെങ്കിൽ മൊഴികളിലുമൊക്കെ വളരെ വിഷമത്തോടെ പറയുന്ന ഒരു വസ്തുത, ഈ പറഞ്ഞതുപോലെ തൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമായി ചർച്ച ചെയ്തു, തന്നെ പരസ്യമായി പൊതുസ്ഥലങ്ങളിൽ വെച്ച് അവഹേളിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ സഹപ്രവർത്തകരിൽ നിന്നും തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഒരു ട്രാൻസ്ഫർ പറയുന്നു. കാരണം കൂടെ ജോലി ചെയ്ത അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ ജഡ്ജി റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും ഒരു APPക്കും ജില്ലാ ജഡ്ജിക്കും ഒക്കെ ട്രാൻസ്ഫറുകൾ സാധാരണ
സാധാരണഗതിയിലുള്ളതാണ്. അവർ കാസർഗോഡ് മുതൽ കേരളത്തിലെ ഏത് ഭാഗത്തും വന്ന് ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടാണ് ഈ ഇതിലേക്ക് വന്നത്. ഒരു ട്രാൻസ്ഫറിനെ ഭയന്ന് അല്ലെങ്കിൽ ആ ഭീഷണിയിലാണ് ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ആ മാനസിക പീഡനങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ, ഇതിനെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പകരം ഇന്ന് വനിതാ ദിനത്തിൽ ഈ ചർച്ചയെടുത്തത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അനീഷയുടെ ആത്മഹത്യയുടെ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ആ കാര്യങ്ങൾ മറ്റു തരത്തിലേക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ഇന്ന് വനിതാ ദിനത്തിൽ നിങ്ങൾ ഈ ചർച്ചയെടുക്കുമ്പോൾ അനീഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിലല്ല, നമ്മുടെ സ്ത്രീ സമൂഹത്തിൻ്റെ പൊതുവായ വിഷയങ്ങൾ കൂടി ഇത് പരിഗണിക്കണം അല്ലെങ്കിൽ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പറയാം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം, പോലീസിൻ്റെ ഇടപെടൽ. ഞാൻ വളരെ കാര്യത്തോട് പറയട്ടെ, പോലീസിന് നിരവധിയായിട്ടുള്ള ചില കാര്യങ്ങളിൽ വളരെ കർക്കശമായി നിർബന്ധ ബുദ്ധിയോടുകൂടി എത്രയും വേഗം അന്വേഷണം നടത്തുന്ന ചില സംവിധാനങ്ങളുണ്ട്. ചില ഭാഗങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അംഗീകരിക്കാതെ പോലെ ചില കാര്യങ്ങൾ ആത്മഹത്യകളിൽ ചില കാര്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ അലംഭാവം ഉണ്ടാകുന്നുണ്ട്. അത് ഒരുപക്ഷെ അവരുടെ കൃത്യാന്തര ബാഹുല്യം എന്ന് പറയാം. പക്ഷേ ഇതിനെ ലാഘവത്തോടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഞാനൊരിക്കലും ഇതിനെ ലാഘവത്തോടെയല്ല. അന്വേഷണത്തിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള സാർ ഇവിടെ സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. പക്ഷേ മറ്റൊന്ന്, ഞാൻ ഇത് സ്ത്രീ സമൂഹത്തിൻ്റെ പൊതുവിഷയമായി കാണാനും അനീഷ എന്ന പെൺകുട്ടി അതിനൊരു ഇരയായി പോയതുള്ളതും മറ്റ് സ്ത്രീകൾക്ക് വേണ്ടി നീതിന്യായത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് എത്തരത്തിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശരി, പക്ഷേ ആ ഇരകളുടെ എണ്ണം കൂടുമ്പോഴാണ് സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയാകുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്നത്. കാരണം ഇവിടെ കണക്കുകളുണ്ട്. കഴിഞ്ഞ ഒരു 3 വർഷത്തെ കണക്കുകൾ മാത്രം പറയുകയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ രജിസ്റ്റർ ചെയ്ത് 2020 12,659, 2021 അത് 16,199, 2022 അത് 18,940, ഒടുവിൽ ഇതാ ഈ 2023 അത് 18,976. അതായത് വർദ്ധിക്കുന്ന കണക്കുകൾ മാത്രമാണ് മുന്നിലുള്ളത്. ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല അനീഷയുടെ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. ഒരുപാട് ഇരകളുണ്ട്, 10,000-കണക്കിനും ലക്ഷക്കണക്കിനും ഇരകളുണ്ട്. അതിൽ ഒരിര, ഏറ്റവും ഒടുവിലായി നമ്മുടെ കൺമുന്നിൽ ജീവൻ പൊലിയേണ്ടി വന്ന ഒരിര മാത്രമാണ് അനീഷ. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഭരണകൂടം എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അൽത്തിയ സ്ത്രീ കൂട്ടായ്മ പ്രതിനിധി ശ്രീമതി പി ഉഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ഉഷ, ഇന്ന് അനീഷയുടെ മരണത്തിലുള്ള അന്വേഷണം കുറ്റമറ്റതാക്കണമെന്ന് പറഞ്ഞ് രാപ്പകൽ സമരം താങ്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ ചർച്ചയിൽ ചേരുന്നത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? കാരണം അനീഷ ആത്മഹത്യ ചെയ്ത് 48 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള മറുപടി തന്നെയാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ 3 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, അനീഷയുടെ മരണം CBI അന്വേഷിക്കണം എന്നുള്ളതാണ്. അതിന്റെ കാരണം ഇതുവരെ 48-ാം ദിവസമായിട്ടും ഇതുവരെ അന്വേഷണത്തിൽ ഒരു പുരോഗതി ഉണ്ടായില്ല എന്ന് പറയുന്നതിനേക്കാൾ അധികം അന്വേഷണം ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് ശരി. കാരണം ഒരു FIR പോലും ഇട്ടിട്ടില്ല. FIR ഇട്ടത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ്. ഇവിടെ ഒരു സാധാരണ സ്ത്രീയല്ല. കേരളത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഇത്ര നന്നായി പഠിച്ച് ഇതുപോലെ നല്ല ജോലിയിൽ, കാരണം നമ്മൾ എപ്പോഴും പറയുക എംപവർമെന്റിന്റെ അടയാളമായിട്ട് പറയുക നന്നായി പഠിക്കുക, നല്ല ജോലി നേടുക, അങ്ങനെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക, അങ്ങനെ നമുക്കൊരു മാതൃകയാവുന്ന തരത്തില് ജോലിയൊക്കെ നേടി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ആത്മഹത്യ ചെയ്തത്. അവരുടെ ആത്മഹത്യയെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള 5 വോയിസ് റെക്കോർഡുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിലുണ്ട്. 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ്. എനിക്ക് തോന്നുന്നില്ല അത്രയും വിശദമായ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ട് നമ്മൾ അടുത്ത കാലത്തൊന്നും ആരും ആത്മഹത്യ ചെയ്തത് കണ്ടിട്ടില്ല. ഈ ആത്മഹത്യാക്കുറിപ്പ് അഡ്രസ് ചെയ്യുന്നത് ഹൈക്കോടതി രജിസ്ട്രാറെയും DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെയും പോലീസ് കമ്മീഷണറെയും വനിതാ കമ്മീഷനെയും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഒരു ആത്മഹത്യയല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെ ഞങ്ങൾ പറയും. അങ്ങനെയാണ് അനീഷ ആത്മഹത്യ ചെയ്യുന്നത്. എന്നിട്ട് ഒരു ദിവസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അത് പരവൂർ SHO കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. എന്താണ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാൻ കാരണം? എന്നിട്ട് ഇത്ര ദിവസമായിട്ട് അവരെന്ത് കണ്ടെത്തി? ഇത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉള്ള ഈ ഓഡിയോ സന്ദേശങ്ങൾ എന്തുകൊണ്ടാണ് തെളിവായിട്ട് എടുക്കാത്തത്? ഈ 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എന്തുകൊണ്ടാണ് തെളിവെടുക്കാത്തത്? മാത്രമല്ല, ഇവരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടന്നിട്ടുള്ള ഒരുപാട് വിനിമയങ്ങളുണ്ട്. അതൊന്നും എന്താണ് തെളിവായിട്ട് എടുക്കാത്തത്? അപ്പോൾ നമ്മൾ വളരെ ബലമായി സംശയിക്കുന്നു ഇതില് ഒരു അന്വേഷണവും നടന്നിട്ടില്ല. രണ്ടാമത് നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മുടെ ജുഡീഷ്യറി ആകമാനം വളരെ കൃത്യമായ തരത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. വളരെ
കിട്ടാത്ത തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും പ്രോസിക്യൂട്ടർമാരുടെ നിയമനം രാഷ്ട്രീയ നിയമനമാണ്. ഇപ്പൊ കേരളത്തിൽ ഞാൻ പോക്സോ കേസുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കേരളത്തില് പോക്സോ കേസുകളുടെ ശിക്ഷാ നിരക്ക് 4% 2021. അത് ദേശീയ ശരാശരി 12%. നമ്പർ 1 കേരളത്തില് ദേശീയ ശരാശരിയുടെ 3-1. അതിന്റെ കാരണം നമുക്കറിയാം, ഈ കേസുകളൊന്നും കൺവിക്ട് ചെയ്യാത്ത തരത്തിൽ നീതിന്യായ സംവിധാനം പ്രവർത്തിക്കുന്നു. പിന്നെ നമുക്കറിയാലോ, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമല്ലേ പത്രത്തിൽ വന്നത്, കോടതിക്കുള്ളിൽ നിന്ന് തന്നെ രേഖകൾ കാണാതാവുന്നു. വേറൊരു പ്രമാദമായ കേസില് മെമ്മറി കാർഡ് പോയി ലൈബ്രറിയിൽ ഉപയോഗിക്കുന്ന പോലെ പലരും പോയി കണ്ടു. ഇത്തരത്തില് നമ്മുടെ ജുഡീഷ്യറിയില് കാര്യമായ പുഴുക്കുത്തുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജുഡീഷ്യറി കുറ്റമറ്റതാക്കണം. കാരണം ജുഡീഷ്യറി എന്ന് പറഞ്ഞ സാധാരണക്കാരന്റെ, പാവപ്പെട്ട ആൾക്കാരുടെ, സ്ത്രീകളുടെയൊക്കെ വലിയ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ച ആരാന്ന് എനിക്ക് മനസ്സിലായില്ല, സംസാരിച്ച ഒരാൾ പറഞ്ഞു, ഇവിടെ തൊഴിൽ സ്ഥലത്ത് ഉള്ള പീഡനം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള നിയമമുണ്ട്. പക്ഷെ കേരളത്തിൽ ഏത് കോടതിയിലാണ് മാഡം കംപ്ലൈന്റ്സ് കമ്മിറ്റി ഉള്ളത്? നിയമം അതായത് ഈ നിയമത്തെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തെ സംബന്ധിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് കോടതി. പക്ഷേ കേരളത്തിലെ കംപ്ലൈന്റ്സ് കമ്മിറ്റി ജുഡീഷ്യൽ സംവിധാനത്തിലില്ല. അനീഷയ്ക്ക് ഒരു പക്ഷേ കൊടുക്കാൻ പറ്റുമായിരുന്ന ഒരു പരാതി ഈ കംപ്ലൈന്റ്സ് കമ്മിറ്റിയിലായിരുന്നു. ആ കംപ്ലൈന്റ്സ് കമ്മിറ്റി അവിടെയില്ല. പിന്നെ ജുഡീഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പൊ നോക്കൂ, അനീഷ മരിച്ച സമയത്ത് അനീഷയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അനീഷയുടെ മൃതദേഹം കൊണ്ട് കിടത്തിയത് പരവൂർ മോഡൽ കോടതിയുടെ കാർ ഷെഡിലാണ്. ഇതാണോ കേരളത്തിന്റെ ഒരു എംപവർമെന്റ് മാതൃക? അത് കഴിഞ്ഞ് അവിടെ ഒരു അനുശോചന യോഗം സ്ത്രീകളുടേതായിട്ട് കൂട്ടാൻ വേണ്ടി ഒരു സീനിയർ അഡ്വക്കേറ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. കുറെ സ്ത്രീ വക്കീൽമാർ വരാന്ന് പറഞ്ഞു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴേക്കും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഈ കേസ് കിട്ടുന്നത് ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ പിടിച്ചു തന്നിട്ടാണ്, അപ്പൊ ഞങ്ങൾക്ക് കേസ് കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറഞ്ഞു. ഇത് ഞങ്ങളോട് നേരിട്ട് അവിടുത്തെ ഒരു സീനിയർ അഭിഭാഷക പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഒരു പരാതി കൊടുക്കുകയാണ് ഗവൺമെന്റിന്. എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ അന്വേഷണം ഹോപ്പ്ലെസ് ആൻഡ് ഹെൽപ്ലെസ് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ അനീഷയുടെ കേസിൽ നടക്കുന്ന അന്വേഷണം ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ല, വളരെ നിസ്സഹായമാണ് എന്ന് നമ്മളല്ല പറഞ്ഞത്, ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഗവൺമെന്റിനോട് പറഞ്ഞു. അതിലെന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ല. അപ്പൊ എന്താണ് നമ്മൾ ഇപ്പൊ തീർത്തും ഈ അനീഷയുടെ കേസിനോട് അനീഷയോട് ഒരു തരത്തിലുള്ള പ്രതികരണവും കാണിച്ചിട്ടില്ല കേരള ഗവൺമെന്റ്. അത് വളരെ വളരെ നിരാശയുണ്ടാക്കുന്നു. അനീഷയ്ക്ക് മാത്രമല്ല, നമ്മൾ ഇനി എങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് പറയുക, നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ ജോലി നേടൂ, സ്വന്തം കാലിൽ നിൽക്കൂ, എന്നിട്ട് നമ്മളെ കൊല്ലാൻ കൊടുക്കുന്നാണോ? അത് വളർത്തിക്കൊല എന്നുള്ള ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നു. ഈ അടുത്ത കാലത്തുള്ള ആത്മഹത്യകൾ പരിശോധിക്കൂ, മെഡിക്കൽ പ്രൊഫഷണലിലുള്ള ആൾക്കാര്, അതുപോലെ പല മേഖലയില് വക്കീലായിട്ടുള്ള ആൾക്കാര്, നല്ല ജോലിയുള്ള പെൺകുട്ടികൾക്ക്. അപ്പൊ നേരത്തെ ആരോ സംസാരിച്ചപ്പോ പറഞ്ഞു അവർക്ക് വീടുമായിട്ട് എന്തോ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കോംപ്രമൈസ് വേണ്ട, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് അനീഷ അത് പറയുന്നത്. അനീഷയുടെ ഓഡിയോ സന്ദേശങ്ങൾ കൃത്യമായി വായിക്കൂ. അനീഷ പറയുന്നത് ഇതൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്, പക്ഷേ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഞാൻ ജോലി ചെയ്യാതിരുന്നിട്ടില്ല. അനീഷയുടെ വീട്ടിൽ ഞങ്ങൾ പലതവണ പോയതാണ്. അനീഷയുടെ മുറി കാണണം, എല്ലാം നിയമപുസ്തകങ്ങള്, അതിൻ്റെ ഉള്ളിലൊക്കെ നീണ്ട നോട്ടുകൾ, ചുമരില് അവര് നിറയെ ഫ്ലാപ്പുകളാണ്, കോടതിയിൽ പോകേണ്ടത് കേസുകളൊക്കെ. ഇങ്ങനെ മനഃപൂർവ്വം വളരെ കൃത്യമായി ആത്മാർത്ഥതയോടുകൂടി കേസ് പഠിച്ച് കോടതിയിൽ പോകുന്ന ആളായിരുന്നു അനീഷ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അനീഷയ്ക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയെന്ന്. ഈ കാര്യങ്ങൾ ഇങ്ങനെ നിസ്സാരമായി പറയരുത്. കാരണം അനീഷയ്ക്ക് വീട്ടുകാര്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലുള്ള വീഴ്ചയല്ല, അവരൊരു അസാധാരണ ശേഷിയുള്ള, അത് തന്നെയാണ് അവർ ശബ്ദ സന്ദേശത്തിലും പറഞ്ഞത്. കോടതിയിൽ പോകാതെ തനിക്കൊപ്പം
ആ ശമ്പളം വാങ്ങുന്ന APPയെ ഞാൻ അതിന് അനുവദിക്കില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്നു, അയാളുടെ ജോലി കൂടി എനിക്ക് ചെയ്യേണ്ടി വരുന്നു. അയാൾ കോടതിയിൽ പോകാതെ ആ ശമ്പളം കൈകൊണ്ട് വാങ്ങിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് നിന്നത്. ഏറ്റവും ഒടുവിലായി അവർ തളർന്നു പോയപ്പോൾ പറഞ്ഞതാണ്, എന്തിന് നീതിക്കും ന്യായത്തിനുമൊന്നും ഇവിടെ ഒരു വിലയുമില്ലേ, ഈ നശിച്ച ലോകത്ത് ഞാൻ എന്തിനിങ്ങനെ തുടരണം എന്നാണ് ചോദിക്കുന്നത്. തികച്ചും നിസ്സഹായമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് അനീഷയെ തള്ളിവിട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇത്തരത്തിൽ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്ന് തന്നെയാണ് വിമർശനം വരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായ തെളിവുകളുണ്ട്. 19 പേജോളം അവർ ഈ ആത്മഹത്യ ചെയ്യാനിടയായ കാരണം ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യം ഇതൊരു അസ്വാഭാവിക മരണം, ആത്മഹത്യ എന്ന് മാത്രം എഴുതി തള്ളിയ അതേ FIRൽ തന്നെയാണ് തുടരന്വേഷണവും നടക്കുന്നത്. എങ്ങനെ നീതി കിട്ടും എന്നാണ് ഈ വനിതാ ദിനത്തിൽ നമുക്ക് ആലോചിക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ 48 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഒരു 174 CRPC അനുസരിച്ച് ഒരു സൂയിസൈഡിന് മാത്രം ഒരു കേസെടുത്ത ആണ്. ആ കുട്ടിയുടെ വോയിസ് 5 എണ്ണം ഉണ്ട്. വോയിസ് ആ സന്ദേശം 19 പേജുള്ള സൂയിസൈഡൽ നോട്ടുണ്ട്. ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ആ കുട്ടിയുടെ മാനസികമായ വേദനകളെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉൾപ്പെട്ട 2 പേര് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, അതുപോലെ അവിടുത്തെ ഒരു APP, ഇവരെ 2 പേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി. അതിൻ്റെ പുറത്തായിരിക്കണം ആ സസ്പെൻഷൻ വന്നത്. എന്തായാലും പോലീസ് 48 ദിവസം ഇരുന്നിട്ടും ഇതുവരെ അവരെ ഒരു അറസ്റ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് സാധിക്കുന്നില്ല. രാഷ്ട്രീയമായ സ്വാധീനമുള്ളവർ തന്നെയാണ്. കാരണം അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് കുണ്ട്ര ജോസ് എന്ന് പറഞ്ഞ ആൾ ഇതേപ്പറ്റി, കുട്ടിയെ പീഡിപ്പിച്ച കാര്യങ്ങളെപ്പറ്റി അവരെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം പോലീസിൽ മൊഴിയായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മതിയല്ലോ. മറ്റേത് അതൊന്നുമല്ല, 306 IPC പ്രകാരമുള്ള കുറ്റം വെളിവായി കഴിഞ്ഞല്ലോ. അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടിയുടെ 19 പേജുള്ള സൂയിസൈഡ് നോട്ടും 5 വോയിസ് ഉള്ള ആ ഒരു കാര്യം മാത്രം പോരെ ഒരു അറസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ. അതുതന്നെയല്ല, അതിനെ ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഭീഷണിയാണ്. കാസർഗോഡൊക്കെ ട്രാൻസ്ഫർ ചെയ്തും. കാരണം അവർ ഭരണകക്ഷിയുടെ ആൾക്കാരാണ്. ഇവരെ ഓഫീസിലല്ല ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷനും അസിസ്റ്റൻ്റായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ മാനസികമായിട്ട് വളരെയധികം ആ കുട്ടി സഹിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഒരു ജില്ലാ ജഡ്ജി ആണെന്ന് നമ്മൾ കരുതിക്കണം. കാരണം വളരെയധികം പാടുപെട്ട് 2 പേരും ആ ഉന്നത പദവിയിലൊക്കെ എത്തിപ്പെട്ടവരാണ്. നമ്മളത് മനസ്സിലാക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ലെവലിൽ വന്നിരിക്കുന്നത് 2 പേരും. പക്ഷേ അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകർ പല രീതിയിലും മാനസികമായിട്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇന്നത്തെ ഈ ദിവസം തന്നെ ഇത് ചർച്ചയ്ക്ക് എടുത്തത് നന്നായി എന്ന് ഞാൻ പറഞ്ഞു. കാരണം പല ആൾക്കാരും ഇതുപോലെ സഫർ ചെയ്യുന്നത് എനിക്കറിയാം കേരളത്തിൽ. കാരണം ഒരു പൊസിഷനിലെത്തി അവർ പാടുപെട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് അസൂയ കൊണ്ടാണോ എന്താണെന്നോ അവരോട് സഹകരിക്കില്ല, അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, അപവാദം പറഞ്ഞു വരുത്തുന്ന ധാരാളം സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പലരും സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തായാലും പോലീസ് ഇതിനകത്ത് അമാന്തം കാണിച്ചിരിക്കുന്നു. ഇത് ക്രൈംബ്രാഞ്ചിലൊന്നും അല്ല ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഒരു ജില്ലയിൽ തന്നെയുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ് പഴയ ഒരു ഡിറ്റാച്ച്മെൻറ്റ് DYSP ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് എന്ന്. എനിക്കത് മനസ്സിലാകുന്നില്ല. പോലീസും നാട്ടുകാരും എല്ലാം ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ പലരും ഇത് പറയുന്നതിൻ്റെ കാരണം ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റിലുണ്ട്, ഓരോ ADGP അല്ലെങ്കിൽ ഒരു DGP ഉണ്ട്. ഓരോ ജില്ലയിലും ക്രൈംബ്രാഞ്ചിൻ്റെ വിങ്ങുണ്ട്. പക്ഷേ ജില്ലാ ക്രൈംബ്രാഞ്ച് പറഞ്ഞ മനുഷ്യനെ പറ്റിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അത് ക്രൈംബ്രാഞ്ച് അല്ല. ആ SP-യുടെ കീഴിൽ തന്നെയുള്ള DYSP ആണ്. പഴയ ക്രൈം ഡിറ്റാച്ച്മെൻറ്റാണ് ഇപ്പം ജില്ലാ ക്രൈംബ്രാഞ്ച് ഒന്ന് മാറി. അപ്പോൾ ആ ഒരു ഡെസിഗ്നേഷൻ മാറ്റിക്കളയണം. കാരണം അത് പലർക്കും തെറ്റിദ്ധാരണ വരുന്നുണ്ട്. പല ചർച്ചയിലും ഞാനത് കാണുന്നുണ്ട്. അത് ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ചിൻ്റെ ADGP ഉണ്ട്, ഓരോ ജില്ലകളിൽ SP-മാരുണ്ട്, അല്ലെങ്കിൽ 2 ജില്ലയ്ക്ക് ഒരു ക്രൈംബ്രാഞ്ച് SP ഉണ്ട്, അവിടെ ക്രൈംബ്രാഞ്ച് DYSP ഉണ്ട്. ഇത് ഓരോ SP-മാരുടെയും കീഴിൽ ഇവരെ എന്തിനാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അവിടുത്തെ ഒരു DYSP ആണ് ആ SP-യുടെ കീഴിൽ. അപ്പം അന്വേഷണത്തിന് ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. 48 ദിവസം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇവരെ 2 പേരെ അറസ്റ്റ് ചെയ്യാത്തത്? അതിനകത്ത് 2 പേരെ സസ്പെൻഡ്, അബ്ദുൽ ജലീൽ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷനുണ്ട്. പിന്നെ അവിടെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ KR ശ്യാംകൃഷ്ണൻ 2 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
തീർച്ചയായിട്ടും അവരെ 306 IPC പ്രകാരമുള്ള കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് 10 yearsആണ് അതിൻ്റെ ഇംപ്രിസ്മെൻറ്റ് പറയുന്നത്. 550 പ്രകാരം മോശമായ കുട്ടിയെടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ 550 IPC പ്രകാരമുള്ള കുറ്റം ഉണ്ട്. ഇൻറ്റിമിഡേഷൻ ഭീഷണിയുണ്ട് 506 അനുസരിച്ചൊരു IPC കുറ്റമാണ്. അപ്പോൾ എന്തുകൊണ്ട് പോലീസ് ഈ സെക്ഷൻ മാറ്റി കൊടുക്കുന്നില്ല? അതേസമയത്ത് ആ കുട്ടി അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് അവിടുത്തെ ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് ആ കോടതിയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോലീസ് ഇതുവരെ അവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ജില്ലാ ജഡ്ജിയുടെ അടുത്ത് സാങ്ഷൻ വാങ്ങിച്ച് അവരെ ചോദ്യം ചെയ്യണമല്ലോ, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതിൽ വേറെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. കാരണം അവിടെ അതിശക്തമായ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ പലതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നീതി കിട്ടേണ്ടത് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത് ഇങ്ങനെയുള്ള സന്ദർഭത്തിലല്ലേ? എല്ലാവരും അഡ്വക്കേറ്റാണ്, അവർക്കൊക്കെ നീതിബോധം ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാവർക്കും ഈ വകുപ്പുകളെ പറ്റി നല്ല നിശ്ചയമുണ്ട്. ആ കുട്ടിയുടെ എഴുത്ത് മാത്രം പോരെ ഒരു 306-ന്. കാരണം മരിക്കുന്നതിന് മുമ്പ് താൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് പറയുകയാണ്. അത് 19 പേജിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് എല്ലാവർക്കും ഇൻറ്റിമേഷനും ഉണ്ട്. അപ്പോൾ ഇനി അത് അമാന്തിക്കരുത് പോലീസ് അവരെ. കാരണം അത് രാഷ്ട്രീയപരമായ വലിയ സ്വാധീനം അവിടെ ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ പക്ഷേ ബാർ അസോസിയേഷൻ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് തടസ്സമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഈ കുട്ടിയുടെ കൈയക്ഷരം അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരു കൈയക്ഷരം നോക്കാൻ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഒരാളുടെ കൈയക്ഷരം സാധാരണഗതി പോലീസ് ഓഫീസേഴ്സിന് അത് മനസ്സിലാവും. അല്ലെങ്കിൽ സാധാരണക്കാർ ബോധമുള്ളവർക്ക് ആ കൈയക്ഷരം ഈ കൈയക്ഷരം തമ്മിൽ ഒരു ശാസ്ത്രീയമായ ഒരു റിപ്പോർട്ട് കിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് പ്രൈമാ ഫേസിയെ ഇന്നയാളുടെ ആ കൈയക്ഷരം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി അത് വെച്ചിട്ട് ഇനി ഡിലേ ആക്കുന്നതിൻ്റെ കാര്യമില്ല. അതുപോലെ വോയിസ് അവരുടെ ആണെന്ന് വോയിസ് ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ വോയിസ് അവരുടെ വീട്ടുകാർ ബ്രദറുണ്ട് മറ്റവരെ ഇത് അസിസ്റ്റൻ്റ് ആണോ ഇല്ലയെന്ന് ബോയ്സ് ആണോ എന്ന് മാത്രം ചോദിച്ചാൽ പോരെ. എന്തിനാണ് പോലീസ് കിടന്ന് പാടുപെടുന്നത്? കാരണം ഇതിനകത്ത് കൃത്യമായ ആ കുട്ടി സൂയിസൈഡിൻ്റെ കാരണക്കാർ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കളിക്കരുത്. 48 ദിവസം കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ആ പ്രതികളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം. അവർ കോടതിയിൽ പോയി അതിൻ്റെ കേസ് നടത്തി രക്ഷപ്പെട്ടു പോകുന്നതിൽ പോട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അത് വെച്ച് താമസിപ്പിക്കരുത്. അതുകൊണ്ട് അവിടുത്തെ SP, ഞാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് എന്ന് പറയില്ല, അവിടുത്തെ SP ആണ് അത് ഇപ്പോഴും അന്വേഷിക്കുന്നത്. പരവൂർ പോലീസ് ഇതിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അവിടുത്തെ DOSP തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത്, ആ SP-യുടെ കീഴിലുള്ളത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. CBIക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞാണ് സമരമുഖങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്താ തടസ്സമെന്ന് എനിക്ക് മനസ്സിലായി. രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നുള്ളൂ. അതെ, ആ രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ടാണല്ലോ മൊഴി കൊടുക്കാൻ പോലും സീനിയർ അഭിഭാഷകരടക്കം വരാത്തത്. കാരണം അവർ പറയുന്നുണ്ട് പാർട്ടിയാണ് തങ്ങൾക്ക് ചില കേസുകളൊക്കെ പിടിച്ചു തരുന്നത്. ഇപ്പോൾ പാർട്ടിക്കെതിരായി നിന്നു കഴിഞ്ഞാൽ ആ കേസുകൾ നഷ്ടപ്പെടും എന്നുള്ള ആശങ്ക അവർ പലപ്പോഴായി പ്രകടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്രീ TP സിന്ധുമോൾ, നമുക്കറിയാം ഇവിടെ കോഴിക്കോട് സർക്കാർ ആശുപത്രിക്കകത്ത് ശസ്ത്രക്രിയ കഴിഞ്ഞ് അബോധാവസ്ഥയിൽ ICU-വിനകത്ത് കിടക്കുന്ന ഒരു സ്ത്രീയാണ് പീഡിപ്പിക്കപ്പെട്ടത്. പ്രതിയെ കൃത്യമായി കണ്ടെത്തുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ പ്രതിക്ക് വേണ്ടി രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ മേൽ എന്തുമാത്രം അവഹേളനമാണ് ആ സ്ത്രീ നേരിടേണ്ടി വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അവിടെയുള്ള ജീവനക്കാർ തന്നെ ആ മൊഴി മാറ്റണം, പരാതി മാറ്റണം എന്ന അപേക്ഷയുമായി വരുന്നു. ആ അപേക്ഷ പിന്നീട് പ്രലോഭനമാകുന്നു, അത് കഴിഞ്ഞ് അത് ഭീഷണിയാകുന്നു. അദ്ദേഹം ഏതു പാർട്ടിക്കാരനായിരുന്നു എന്നുള്ളതറിയാം. അനീഷയുടെ കാര്യത്തിലും ഏതു പാർട്ടിയുടെ സ്വാധീനത്താലാണ് അവർ അനീഷയ്ക്ക് മേൽ ഇത്രയധികം സമ്മർദ്ദം ചെലുത്തിയത് എന്നുള്ളത് അറിയാമെന്നുള്ളതാണ്. ഇവിടെ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾക്ക് തങ്ങളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് കൃത്യമായൊരു രാഷ്ട്രീയ പിൻബലം ഉണ്ടെങ്കിൽ അതൊക്കെ തേച്ചു മായ്ച്ചു കളയാം എന്നുള്ള ഒരു ആത്മധൈര്യത്തോടു കൂടിയാണ് ഈ ക്രിമിനൽസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അനീഷയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയല്ലേ പറയേണ്ടത്? രോഹിണി, വളരെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് രോഹിണി പറഞ്ഞത്. സത്യത്തിൽ അനീഷയുടെ കാര്യത്തിൽ നാം നോക്കണം. അനീഷ എന്ന് പറയുന്നത് സാധാരണ ഒരു വീട്ടമ്മയോ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയോ ആണ് എന്ന് നമ്മൾക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെ പറയുന്നത് അപരാധമായി പോകും. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതും വളരെ നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ്. ആ കോഴ്സിൽ വളരെ നന്നായിട്ട് പഠിച്ചു, അവർ പാസ്സാകുന്നു, അവർ എൻറോൾ ചെയ്യുന്നു.
അവരുടെ മുന്നിൽ വരുന്ന ഇരകളുടെ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വരുന്ന കേസുകളിൽ നീതി വാങ്ങിക്കൊടുക്കുവാനായി നാം ആലോചിക്കണം. ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു അഭിഭാഷകയാണ്. ഒരു അഭിഭാഷകയെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ള അഭിഭാഷകരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല കാര്യങ്ങളുണ്ടാവാം, കുടുംബപരമായ കാര്യങ്ങളുണ്ടാവാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ, കോടതി മുറിക്കുള്ളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഒരു കക്ഷി എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ കക്ഷിക്ക് വേണ്ടി നിലപാടെടുക്കുവാനും, സ്വന്തം കാര്യങ്ങളൊന്നും അവരുടെ പരിഗണനയിൽ അപ്പോൾ ഇല്ല, ആ കക്ഷിക്ക് വേണ്ടി നിലപാടെടുക്കുവാനും ആത്മാർത്ഥമായി തൻ്റെ മുന്നിൽ വരുന്ന ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുവാനും ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം വനിതാ അഭിഭാഷകരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഉള്ള ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിരുന്നു അനീഷ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, വളരെ നന്നായി. എനിക്ക് മുമ്പ് ഇവിടെ പലരും സൂചിപ്പിച്ചു, അവരുടെ വീട്ടിൽ പോയവരുൾപ്പെടെ, പി ഉഷ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അവരുടെ മുറിയിൽ കയറി ചെല്ലുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇതിൻ്റെ തെളിവാണ്. എന്നിട്ടും ഇവിടെ ഇരയാക്കപ്പെട്ട അനീഷയ്ക്ക് നീതി കൊടുക്കുവാനായിട്ട് നമ്മളുടെ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ പല രീതിയിൽ, ഒറ്റ വഴിയിൽ കൂടി ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല രോഹിണി. ഇതിനെ പല രീതിയിൽ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഒന്ന്, ഈ സ്ത്രീകളുടെയൊക്കെ, അനീഷ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ രോദനങ്ങൾ ഇന്നും വനരോദനങ്ങളായിട്ട് നിൽക്കുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്ന് ഭരണകൂട സ്വാധീനത്തിനപ്പുറം അല്ലെങ്കിൽ ഭരണകൂടത്തിനപ്പുറം പോകാൻ ആർക്കും ഒരിരയ്ക്കും സാധ്യമല്ല എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ മനസ്സിനെ, രാഷ്ട്രീയ മനസ്സിനെ മാറ്റിയെടുക്കുവാനായിട്ട് ഇവിടെ സാധിച്ചിരിക്കുന്നു. അത് ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച രാഖി രവികുമാർ CPIയുടെ പ്രതിനിധിയാണ്. അവർക്കത് പറയണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവർ ആ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് അവർക്ക് അതിന് അധികം സാധിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുറന്ന് പറയണം. ഇന്ന് ഈ മാർച്ച് 8-നെങ്കിലും നമ്മളിത് തുറന്ന് പറയണം. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ സുരക്ഷയില്ലാതെ വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കാരണമാണ് ഇങ്ങനെ രാഷ്ട്രീയമായി കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, സ്ത്രീ സുരക്ഷിതത്വം ഇന്ത്യയിൽ എവിടെയാണ്? നമ്മൾ ഉന്നാവയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, എത്രയോ വിഷയങ്ങൾ രാഷ്ട്രീയമായ ഒരു കാര്യവും കാണില്ല. ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയമല്ല വേണ്ടത്. ഞാൻ ഇന്ന് മാർച്ചിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പറഞ്ഞോളൂ മാഡം, പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. മാർച്ച് 8-ലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകാരികതയോടെ ഇതിനെക്കുറിച്ച് പറയുന്നത്. മാർച്ച് 8 ആയതുകൊണ്ടാണ്. കേരളത്തിൽ ഇത് നിരന്തരം, ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിലെ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഭരണകൂടം ഇവിടെ ഉള്ളപ്പോൾ എത്ര സ്ത്രീകൾക്ക് നീതി കിട്ടിയെന്ന് പരിശോധിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഓരോ വർഷവും ഈ കേരളത്തിൽ കൂടി വന്ന സ്ത്രീ പീഡനങ്ങളുടെ കണക്ക് രോഹിണി ഇവിടെ പറഞ്ഞു. 2023-ലെ നമ്മുടെ റെക്കോർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 19,000-അടുത്താണ്. 19,000 ആകാൻ വളരെ കുറച്ച് നമ്പേഴ്സ് കൂടിയേ ബാക്കിയുള്ളൂ. 19,000-അടുത്താണ് 2023-ൽ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള വിവിധ റേപ്പ് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള അതിക്രമങ്ങൾ. ഈ മാർച്ച് 8-ൽ നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കണം. കേരളം, രോഹിണി, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. UP-യെ കുറിച്ചും രാജസ്ഥാനെ കുറിച്ചും ഇതിവിടെ ഉന്നാവയും ഒക്കെ പറയുമ്പോൾ വെറും 3.5 കോടി, ഇന്നൊരു പക്ഷേ കന്യാകുമാരി കഴിഞ്ഞാൽ ഒരു 4 കോടിയിലേക്ക് എത്തുമായിരിക്കും. 4 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തില് ഇവിടുത്തെ ശരാശരി എത്രയാണ് ക്രൈം റെക്കോർഡ് അനുസരിച്ചെന്ന് P ഉഷ പറഞ്ഞു കഴിഞ്ഞു. UP ഇന്ന് അതിലും താഴെയാണ്. 22 കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്ന UP-യിൽ സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ കേരളത്തിനേക്കാൾ താഴെയാണ്, രാജസ്ഥാനിൽ താഴെയാണ്. കേരളം നമ്പർ 1 കേരളമായി ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? മനഃശാസ്ത്രപരമായ പഠനം, മനഃശാസ്ത്രപരമായ സമീപനം കൂടി നമ്മൾ ഇതിൽ കൈക്കൊള്ളണം. അനീഷയ്ക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ആർക്കാണ് ഇവിടെ, ഏത് സ്ത്രീക്കാണ് ഇവിടെ നീതി കിട്ടുക? ഇതിനോട് കൂട്ടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, അനീഷയുടെ മരണം നമ്മൾ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ജീവിക്കുന്ന എറണാകുളത്ത് എൻ്റെ കൺമുന്നിലുള്ള മഹാരാജാസ് കോളേജിൽ SFIയുടെ ഒരു പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയിട്ട് അതിൽ വിചാരണ തുടങ്ങാനിരിക്കുമ്പോൾ അതിൻ്റെ കേസ് ഫയൽ കോടതി മുറിക്കുള്ളിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന അപമാനകരമായ ആ സങ്കടം കൂടി പേറിക്കൊണ്ടാണ് കേരളത്തിലെ ജനത ഇന്ന് പോകുന്നത്. ഇങ്ങനെ സംഭവിച്ചിടത്ത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റീസെന്റ് ആയിട്ടുള്ള കാരണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഭരണകൂടപരമായ ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ, ആര് ഭരിക്കുന്നു അവരുടെ ഇടപെടലുകൾ ഇത്തരം കേസുകളിൽ വളരെ ഭംഗിയായി നടക്കുന്നു. 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ്, 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചത് ഒരു APP, നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരു സാധാരണക്കാരി അല്ലാത്ത ഒരു പെൺകുട്ടി, ഒരു അഭിഭാഷക 19
പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് FIR-ൽ 306 IPC 306 പോലും ചേർത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലും ഇല്ല എന്നാണ്. ഇവിടെ റിട്ടയർഡ് SP ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു എന്താണ് സിറ്റി ക്രൈം ബ്രാഞ്ച് ആരുടെ കണ്ണിൽ പൊടിയിടാനാ? CBCIയുടെ ഭാഗമായിട്ടല്ല സിറ്റി ക്രൈം ബ്രാഞ്ച് ഉള്ളത്. ഇവിടെ ഏതാണ്ട് പുരാവസ്തു വകുപ്പിലിരുന്ന എന്തോ ഒരു സംവിധാനത്തെ സിറ്റി ക്രൈം ബ്രാഞ്ച് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു റിട്ടയർഡ് DYSP-യെയും 4 പോലീസുകാരെയും വെച്ചുകൊണ്ട് അനീഷയുടെ മരണം അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. അവർ സുഖലോലുപരായിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 48 ദിവസമായിട്ട് പോലും ഇത്രയും ഉന്നത സ്ഥാനത്തിരുന്ന ഒരു സ്ത്രീയുടെ, ഒരു പ്രൊഫഷണലിന്റെ, ഒരു അഭിഭാഷകയുടെ മരണത്തിന് കാരണക്കാരായവരെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാണ് നീതി കിട്ടുക? ഇവിടെ ചിത്രലേഖയുടെ കഥ നമുക്കറിയാം അല്ലേ? പാവപ്പെട്ട ഒരു ദളിത് യുവതിയായ ചിത്രലേഖയെ ഇവിടുത്തെ CPM-ന്റെ രാഷ്ട്രീയക്കാർ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അപമാനിച്ച് ഓട്ടോറിക്ഷ കത്തിച്ച സംഭവം ഒന്നല്ല 2 പ്രാവശ്യം ഓട്ടോറിക്ഷ കത്തിച്ചു. ഗർഭിണിയായ ഒരു യുവതിയുടെ വയറ്റിൽ ചവിട്ടിയ ലോക്കൽ സെക്രട്ടറിയെ, CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയുടെ കഥയുള്ള നാടാണ് നമ്മുടേത്. വിനീത എന്ന് പറയുന്ന കണ്ണൂരുള്ള ഒരു അധ്യാപികയെ ദിവസങ്ങളോളം അവരുടെ പറമ്പിലേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാതെ, അവരുടെ പറമ്പിൽ വീഴുന്ന തേങ്ങ പറക്കാൻ പോലും സമ്മതിക്കാതെ അവിടെ അവരുടെ വീട്ടിൽ പൂട്ടിയിട്ട CPM-ന്റെ സംസ്കാരമുള്ള നാട്ടിലാണ് നമ്മൾ ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ വേണമെന്ന് ഈ ഭരണകൂടത്തോട് പറയുന്നത്. ഇവിടെ ഈ ഭരണകൂടം സുരക്ഷ തരുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല രോഹിണി. ഇവർ സുരക്ഷ തരില്ല. ഞാൻ P. ഉഷയെയും അവരുടെ ആ കൂട്ടായ്മയെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് എല്ലാവിധ, സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലണമെന്നുണ്ട്, അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു. കാരണം അവർ ഈ വിഷയത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അവർ സത്യാഗ്രഹം ഇരിക്കുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇനിയും ഒരുപാട് രംഗത്ത് വരും. അനീഷയ്ക്കുൾപ്പെടെ ഇവിടെ ഇന്ന് വനരോധനമായി നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ, എവിടെ നമ്മൾ ഇടുക്കിയിലേക്ക് പോയാൽ പാവപ്പെട്ട ഒരു 6 വയസ്സുകാരി പെൺകുഞ്ഞ് ഇല്ലേ, അവിടെ ഒരു കൊലയാളി ഉണ്ടല്ലോ, ഒരു കൊലയാളി ഉണ്ടെന്നുള്ളത് ഉറപ്പല്ലേ? ആ പെൺകുഞ്ഞ് വെറുതെ തൂങ്ങി മരിച്ചതല്ലല്ലോ, കൊലയാളി ഉണ്ടെന്ന് ഉറപ്പായി. ശരി, കൊലപാതകം ചെയ്തത് ഇന്നിപ്പോ വെറുതെ വിട്ട, കോടതി വെറുതെ വിട്ട ആളല്ല എങ്കിൽ ശരി, അങ്ങനെ നമ്മൾക്ക് വിശ്വസിക്കാം. പക്ഷെ ഒരു കൊലയാളി അവിടെ ഉണ്ട്. എവിടെയാ കൊലയാളി? നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിക്കുന്നില്ല രോഹിണി. ഇവിടെ കൃത്യമായിട്ട് ഭരണകൂട ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അഭിഭാഷകർക്കെന്നല്ല ഏത് ഉന്നത സ്ഥാനീയരായ സ്ത്രീകൾക്ക് ഇത് സംഭവിച്ചാലും ഇവിടെ രക്ഷയില്ല, നീതി കിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലേക്കാണ് ഇത് പോകുന്നത്.